നമസ്കാരം. അപ്പോൾ 10th മെയിൻസിൻ്റെ 100 days ടൈം ടേബിൾ ഇന്ന് റിവിഷൻ ഡേ ആണേ. ഞാൻ ടെലഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമ്മ്യൂണിറ്റി പോസ്റ്റിലും ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ഡേ 4 അല്ല, ഈ കഴിഞ്ഞ ദിവസത്തെ ഡേ 1, 2, 3 ദിവസങ്ങളിലെ ടോപ്പിക്സ് നിങ്ങൾ റിവൈസ് ചെയ്യുക. രാത്രി ഒരു റിവിഷൻ ടെസ്റ്റും ഉണ്ടായിരിക്കും. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനായി ഈ ഒരു വീഡിയോ ചെയ്തത്, നമ്മൾ ടോപ്പിക്സ് ഓരോ ദിവസവും ഞാൻ മാക്സിമം കുറച്ച് ടോപ്പിക്സ് ആണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ 100 days കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് 100 days ടൈം ടേബിൾ. PSC എക്സാം ഡേറ്റ് പറഞ്ഞിട്ടില്ല. ഫെബ്രുവരി വരെയുള്ള കലണ്ടറിൽ എന്തായാലും നമുക്ക് 10th മെയിൻസിൻ്റെ ഷെഡ്യൂൾ അവർ ഇട്ടിട്ടില്ല. അപ്പോൾ മാർച്ചിലോ ഏപ്രിലോ ആയിരിക്കും പ്രതീക്ഷിക്കുന്നതേ ഉള്ളൂ. PSC ഷെഡ്യൂൾ ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ പഠിക്കുന്ന ആൾക്കാർ, വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അമ്മമാരുണ്ട്. അപ്പോൾ അവരോടൊക്കെ അവരും കൂടെ നമ്മുടെ കൂടെ എത്തണ്ടേ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ദിവസങ്ങളിൽ ഇനി റിവിഷൻ ആയിരിക്കും. ഞാൻ ടൈം ടേബിൾ ഓൾറെഡി റിവിഷൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഡേ 1-2 ടോപ്പിക്സും കൂടി ഞാൻ റിവിഷൻ്റെ കൂടെ ഇട്ടിരുന്നു. പക്ഷേ അത് വേണ്ട, നമുക്ക് റിവിഷനുള്ള ദിവസം റിവിഷനായിട്ട് തന്നെ എടുക്കാം. അതായിരിക്കും നല്ലത്. കാരണം വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അവർ പ്രൈവറ്റായിട്ടൊക്കെ ജോലി ചെയ്യുന്നവരായിരിക്കും, ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് പഠിക്കുന്ന ആൾക്കാരായിരിക്കും, ഫീൽഡ് വർക്കൊക്കെ കാണും. അവർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കണമല്ലോ. അവരോടൊക്കെ എനിക്ക് ഭയങ്കര ബഹുമാനമാണ്. കാരണം നിങ്ങൾ സമയം കണ്ടെത്തിയല്ലേ നമ്മുടെ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഒരുപാട് കമൻസ് ഞാൻ വായിച്ചത്. ഞാൻ എല്ലാ കമൻസും വായിച്ച് എല്ലാത്തിനും റിപ്ലൈ കൊടുക്കുന്ന ഒരാളാണ്. അപ്പം കമൻസ് വായിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ നിങ്ങൾ ഓരോന്നൊക്കെ ഇങ്ങനെ പറയുന്നു, വീട്ടിൽ പിള്ളേരുണ്ട്, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പോൾ അതനുസരിച്ച് തന്നെ നമുക്ക് ടൈം ടേബിൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. നമ്മുടെ ചാനൽ എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ചാനലാണ്. വേറെ ഇവിടെ അങ്ങനെ അഹങ്കാരങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ടൈം ടേബിൾ ഇട്ടത്. അതുകൊണ്ട് നിങ്ങൾക്കും കൂടി പറ്റുന്ന രീതിയിലായിരിക്കും നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് ഒന്നും നിങ്ങൾ വിഷമിക്കേണ്ട. നമ്മളിപ്പോൾ 100 days ടൈം ടേബിളിൽ പോർഷൻസ് തന്നിട്ടുണ്ടെങ്കിലും റിവിഷനുള്ള ദിവസമാണെങ്കിൽ നമ്മൾ ഫുള്ളായിട്ട് തന്നെ റിവൈസ് ചെയ്യും. അതുപോലെ കുറച്ച് ടോപ്പിക്സേ ഉള്ളൂ. ടോപ്പിക്സ് കൂടുതലുള്ള ദിവസവും അതുപോലെ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് 2 ദിവസം ആയിട്ടൊക്കെ പോവാം. നമുക്ക് സമയമുണ്ട്, പഠിച്ചു പോകാം. പഠിക്കുന്ന കാര്യം പക്ഷേ നല്ല വ്യക്തമായിട്ട് തന്നെ പഠിച്ചു പോകണം. ആ ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ. പിന്നെ 1-2 കമൻസ് പ്രത്യേകിച്ച് കണ്ടത്, ഇപ്പോഴാണ് കറക്റ്റ് പഠിക്കുന്നു എന്ന് പറയുന്നൊരു ഫീല് കിട്ടിയത്. ഇത്രയും നാളും എന്തൊക്കെയോ അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ടു, ഇപ്പോഴാണ് കറക്റ്റായിട്ട് പഠിക്കുന്നത് എന്നുള്ള ഫീല് കിട്ടിയത് എന്ന് കുറേ കമൻറ്റ് കണ്ടായിരുന്നു. അതിലെനിക്ക് പറയാനുള്ളത്, അത് നിങ്ങളുടെ കഴിവ് തന്നെയാണ്. നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ച് നമ്മൾ കൂടുതലും സെൽഫ് സ്റ്റഡിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലായി കാണുമല്ലോ. നമ്മളിങ്ങനെ വെറുതെ കേട്ട് പഠിച്ച് പോകുന്നേക്കാളും നമ്മൾ സെൽഫായിട്ട് ഒരു കാര്യം വായിച്ച് പഠിക്കുമ്പോഴുണ്ടാകുന്ന ഡിഫറൻസ് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ സ്വന്തമായിട്ട് അത് പഠിച്ച് നമ്മുടെ തലയിൽ കയറ്റുമ്പോൾ ഉള്ള ആ ഒരു ഫീല് ഭയങ്കര ഇതാണ്. അതുപോലെ നമ്മൾ ഡെയിലി എക്സാം എഴുതുമ്പോൾ നമ്മൾ പഠിച്ച കാര്യം ഓർത്ത് ആ എക്സാമിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതൊക്കെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ സെൽഫ് സ്റ്റഡി എന്ന് പറയുന്നത് നിങ്ങൾക്ക് 101% ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. എനിക്ക് പേഴ്സണലി സെൽഫ് സ്റ്റഡിയാണ് എന്നെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിച്ചത്. എനിക്ക് നല്ല റാങ്ക് വാങ്ങാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത് സെൽഫ് സ്റ്റഡി തന്നെയാണ്. നമ്മൾ അവിടെ പോയി ക്ലാസ്സിന് കേട്ട് പഠിക്കും, ഇവിടെ പോയി ക്ലാസ്സിന് കേട്ട് പഠിക്കും, എല്ലാവരും പഠിപ്പിച്ചു തരും. പക്ഷേ അത് നമ്മൾ പഠിക്കുമ്പോൾ ഉള്ള ആ ഒരു ഇതുണ്ടല്ലോ. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരെ പ്ലീസ് വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. ടെലഗ്രാം ചാനലാണ് നമ്മൾ ടൈം ഷെഡ്യൂൾ എല്ലാം കൊടുക്കുന്നത്. ഒരു പഠിക്കാനുള്ള ഗൈഡൻസും നിങ്ങൾക്ക് ഒരു സ്പിരിറ്റ് ഒക്കെ വരണമെങ്കിൽ നിങ്ങളുടെ ടെലഗ്രാം ചാനൽ ഉണ്ടായിരിക്കണം. ഉള്ളവർക്ക് അറിയായിരിക്കും ഞാൻ ഓരോ സമയം ഇന്ന സമയം ഈ പോർഷൻ പഠിച്ചോ എന്നൊക്കെ ഞാൻ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ ടെലഗ്രാം ചാനൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ചോദിച്ചത്, ടെലഗ്രാമിൽ ചാറ്റ് ഗ്രൂപ്പ് തുടങ്ങുമെന്ന്. ചാറ്റ് ഗ്രൂപ്പ് തുടങ്ങുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ചാറ്റ് ഗ്രൂപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സമയത്തിൻ്റെ പകുതി സമയം അതിനകത്ത് ചാറ്റ് ചെയ്ത് പോകും. എന്തെങ്കിലുമൊക്കെ സംശയം ചോദിച്ചാൽ, ആരെങ്കിലും സംശയം ചോദിച്ചാൽ, ഇവിടെ സംശയം ചോദിച്ച് നമ്മളിങ്ങനെ വെറുതെ സമയം അതിനകത്ത് പോകുമെന്നുള്ളതല്ലാതെ അതിനെ കൊണ്ട് എനിക്ക് ഉപയോഗം ഉണ്ടെന്ന് തോന്നുന്നില്ല. പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഗ്രൂപ്പ് തുടങ്ങാതെ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. ചാനൽ ആകുമ്പോഴത്തേക്കും പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇരുന്നങ്ങ് പഠിക്കും. മറ്റേതാകുമ്പോൾ ഗ്രൂപ്പിൽ ഇങ്ങനെ അനാവശ്യ ടോക്കും അതുപോലെ സമയം വെറുതെ പോകും. അപ്പോൾ ഗ്രൂപ്പിൻ്റെ ആവശ്യമില്ല. ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. പല ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ കാണുമല്ലോ, വെറുതെ ഇങ്ങനെ കുറേ ആശങ്കകളും അതുപോലെ അവരുടെ ടെൻഷൻസും അങ്ങനെയൊക്കെ പറഞ്ഞ് വെറുതെ സമയം പോകുന്നൊരു സംഭവമാണ്. സമയം കൊല്ലി എന്ന് വേണമെങ്കിൽ പറയാം ഗ്രൂപ്പ്. എനിക്ക് പേഴ്സണലി ഗ്രൂപ്പിനോട് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ചാനൽ തന്നെ കൊണ്ടുപോകുന്നത്, ടെലഗ്രാം ചാനൽ തന്നെ കൊണ്ടുപോകുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി ചോദിക്കാം. ഇൻസ്റ്റാഗ്രാം ഞാൻ റിപ്ലൈ തരാറുണ്ടല്ലോ. അപ്പോൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ മതി, അതിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് മെസ്സേജ് ചെയ്യാം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ
എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ടൈം ടേബിളാണ്. വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർക്കും അമ്മമാർക്കും അവരോടൊക്കെ ഭയങ്കര ബഹുമാനമാണ്. കാരണം നിങ്ങൾ സമയം കണ്ടെത്തിയാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. നിങ്ങളുടെ ജോലി വേണമെന്ന് പറയുന്നത് വീട്ടിലെ പല സാഹചര്യങ്ങൾ കൊണ്ടും പലരുടെയും കുത്തുവാക്കുകൾ കൊണ്ടൊക്കെ ജോലി വേണം. പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് ജോലി ചെയ്യുന്നവർക്ക് അറിയായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് ജോലിയുടെ ഇടയ്ക്ക് പഠിക്കാനും ഒക്കെ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് തന്നെയായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. എല്ലാ പോർഷനും നമ്മൾ പഠിക്കും. ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, ഭയങ്കര കോൺഫിഡൻസ് ഇല്ലേ. നമ്മൾ 3 ദിവസമേ ആയിട്ടുള്ളെങ്കിൽ കൂടി എല്ലാവർക്കും ഭയങ്കര കോൺഫിഡൻസ് ആണ് ഇപ്പോൾ. പിന്നെ വേറൊരു കാര്യം എനിക്ക് ഭയങ്കര എടുത്തു പറയാനുള്ളത്, എത്ര പേര് എക്സാം എഴുതുന്നത് ഭയങ്കര സന്തോഷം. എത്ര പേര് എക്സാം എഴുതുന്നത്? നമ്മൾ 15 ക്വസ്റ്റ്യൻസ് ആണ് എഴുതുന്നത്. അതിൽ 13 താഴോട്ടൊന്നും ആർക്കും പോകാറില്ല. എപ്പോഴും 13, 14, 15 റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് നിങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ ആ ഒരു റേഞ്ച് ആണെങ്കിൽ നിങ്ങൾ 100 ദിവസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ വേറെ ലെവലായിരിക്കും കേട്ടോ. ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ. ഇടയ്ക്ക് വെച്ച് വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. ഇടയ്ക്ക് വെച്ച് വിട്ടിട്ട് പോയി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഒരു ഇതെന്നേ പറയാൻ പറ്റും. പിന്നെ നിങ്ങൾ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾ വേറെ എവിടെ പോയാലും അത് ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഈ ഒരു ഫ്ലോയിൽ അങ്ങ് പോവുകയാണെങ്കിൽ ഭയങ്കര വേറൊരു ലെവലായിരിക്കും. നിങ്ങൾക്ക് എന്തായാലും ജോലി കിട്ടിയിരിക്കും കേട്ടോ. കാരണം എന്താ ജോലി കിട്ടാനുള്ള കാരണം നിങ്ങൾ തന്നെയായിരിക്കും, ഞാനല്ല, നിങ്ങൾ തന്നെയായിരിക്കും. കാരണം നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങളല്ലേ പഠിക്കുന്നത്, സെൽഫായിട്ടല്ലേ പഠിക്കുന്നത്. കൂടുതൽ പോർഷൻ സെൽഫ് സ്റ്റഡിയാണ്. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഞാൻ ഇട്ട് തരാറുണ്ട്. എൻ്റെ കയ്യിലുള്ള ഏറ്റവും നല്ല റാങ്ക് ഫയലിലെ പോർഷൻസ് തന്നെയാണ് ഞാൻ ഇട്ട് തരാറ്. അപ്പോൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക, മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക. ഓക്കെ. പിന്നെ ഇന്നത്തെ കാര്യം, ഇന്ന് ഫുൾ റിവിഷൻ ആയിരിക്കും. വേറെ ടോപ്പിക്സ് ഒന്നുമില്ല. ഇന്ന് ഡേ 4 അല്ല. ഞാൻ ടെലഗ്രാമിലും കമ്മ്യൂണിറ്റിയിലും ഒക്കെ പറഞ്ഞതാ, ഇന്ന് ഡേ 4 അല്ല. നിങ്ങൾ ഈ ഡേ 3 വരെയുള്ള പോർഷൻസ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രം മതി. രാത്രി ഒരു റിവിഷൻ ടെസ്റ്റ് ഞാനിടാം. നാളെ ആയിരിക്കും ഡേ 4. ഡേ 4ന്റെ ടോപ്പിക്ക് നാളെ എടുക്കാം. ഓക്കെ. ഇന്നിനി ഒരു ക്ലാസ് വരുന്നുണ്ട്. നമ്മുടെ ഈ LGSന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഇന്നലെ ചെയ്യാൻ തന്നില്ലായിരുന്നു. അതിന്റെ റിലേറ്റഡ് ഫാക്ട്സിന്റെ ക്ലാസ് വരുന്നുണ്ട്. അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും. പിന്നെ ഇപ്പം നിങ്ങൾക്ക് ഒരു കമ്പൈൻ സ്റ്റഡിയുടെ ഫീലൊക്കെ ഇല്ലേ? എന്താണ്, എല്ലാവരും പഠിക്കുന്നുണ്ടോ, കൂടെ ഒരുപാട് ആൾക്കാർ പഠിക്കുന്നുണ്ടെന്നൊക്കെ ഒരു ഫീലില്ലേ? നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഒരു പോസ്റ്റ് ഇടുമ്പോൾ തന്നെ എന്തുമാത്രം ലൈക്കാണ് കിട്ടുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം നിങ്ങളെപ്പോലെ ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ കൂടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവരെക്കാളും ഒക്കെ ഒരു പടി മുന്നിൽ നിൽക്കണമെന്ന് എല്ലാവരും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടും. അതാണ് ഏറ്റവും നല്ല മാർഗം. നിങ്ങൾ ഓർക്കണം എപ്പോഴും, നിങ്ങൾ രാവിലെ എണീക്കുമ്പോഴും എണീക്കാതെ ഉറങ്ങുന്ന ആൾക്കാരാണെങ്കിൽ കൂടി ഓർക്കണം, ഇത്രയും ആൾക്കാർ, ഇത്രയും പേര് ടൈം ടേബിൾ കണ്ടു, ഇത്രയും പേര് കൂടെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഓർക്കണം. 10,000 പേര് കണ്ടെങ്കിൽ PSCക്ക് 10,000 വേക്കൻസി ഇല്ല. അപ്പോൾ അതിൽ 500ന്റെ അകത്ത് നിങ്ങൾ വരണം. 500ൽ ഒരാളാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ അത്രത്തോളം വർക്ക് ചെയ്യണം. വർക്ക് ചെയ്താൽ കിട്ടും. പിന്നെ നമ്മുടെ ടൈം ടേബിൾ അങ്ങ് ഭയങ്കര ഹെക്റ്റിക് ഒന്നും അല്ലല്ലോ, നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന രീതിയിലല്ലേ ഞാൻ ടൈം ഷെഡ്യൂളും ഒക്കെ അങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ഫോളോ ചെയ്ത് നോക്ക്, എന്തായാലും കിട്ടും. പിന്നെ ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോരുത്. ഞാൻ വീണ്ടും വീണ്ടും പറയാം, ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോകരുത്. ഇടയ്ക്ക് വെച്ച് ഇട്ടിട്ട് പോയിട്ട് അയ്യോ അത് കിട്ടിയില്ല, കുറച്ചും കൂടെ പഠിക്കാമായിരുന്നു, പിന്നെ അങ്ങനെ ഒരു പശ്ചാത്താപം പാടില്ല. ഇപ്പോൾ നല്ല സമയമാണ്, നല്ല നേരം വന്നു എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ നല്ല സമയമാണ് നിങ്ങൾ തുടങ്ങാനും. അതുപോലെ കാരണം PSC എക്സാം ഡേറ്റ് പറയാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ നല്ല സമയമാണ് റിലാക്സ്ഡ് ആയിട്ട് നോക്കാനും, ഒരുപാട് മെറ്റീരിയൽസ് നോക്കാനും, ഒരുപാട് റിവൈസ് ചെയ്യാനും ഒക്കെ നല്ല സമയമാണ്. ഇനി നമുക്ക് ഈ 100 ഡേയ്സ് ടൈം ടേബിൾ തീർന്നു കഴിഞ്ഞാലോ ബാക്കിയുള്ള ദിവസം റിവിഷനാണ്. ഈ 100 ഡേയ്സ് ടൈം ടേബിൾ നിങ്ങൾ ഫുള്ള് നോക്കിയായിരുന്നോ? അതിനകത്ത് സയൻസ് മാത്രമല്ല, കുറേ പേര് ചോദിച്ചാൽ സയൻസ് മാത്രമേ ഉള്ളൂ. സയൻസ് മാത്രമല്ല, സോഷ്യലിൻ്റെ SCRT ഉണ്ട്, എല്ലാത്തിൻ്റെയും SCRT കൂടെ ചേർത്തിട്ടാണ് വരുന്നത്. ഓക്കെ, ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, എല്ലാം ഇവിടെ ഉണ്ട്, ഒന്നും പുറത്തു പോകത്തില്ല. എനിക്ക് 204ാമത്തെ റാങ്ക് കിട്ടണമെന്ന് ഞാൻ യൂസ് ചെയ്ത മെറ്റീരിയൽസ് ഒക്കെ തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത്. അതിലാണ് ആ മെറ്റീരിയൽസിൽ കുറേ വരയും കുറിയൊക്കെ കണ്ടില്ല, അത് ഞാൻ യൂസ് ചെയ്ത മെറ്റീരിയൽസ് ഒക്കെ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ഒന്നുപോലും നിങ്ങൾക്ക് വിട്ടു പോകണ്ടെന്ന് കരുതി അത്രയും എനിക്ക് കുറച്ച് ആൾക്കാരെ വേണം. നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂട്യൂബ് ചാനലിൽ നിന്ന് സർക്കാർ സർവീസിലേക്ക് കയറിയ കുറേ ആൾക്കാരെ എനിക്ക് വേണം. അതുകൊണ്ടാണ് ഇത്രത്തോളം നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹിക്കുന്നതിന് ഒരുപാട് നന്ദി. എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ ഇതിനു വേണ്ടി സമയം അങ്ങ് മാറ്റി വെച്ചേക്കുവാണ്. 10th മെയിൻസിന് വേണ്ടിയിട്ട് അതിനെ സമയം മാറ്റി വെച്ചേക്കുക. അതുകൊണ്ട് കൂടെ തന്നെ കാണും. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം. ബൈ.